സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ കുഞ്ഞിട്ടി വയനാട്. ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ വയനാട് മേപ്പാടി നടന്ന ദുരന്തം നമുക്കെല്ലാവർക്കും മനസ്സിൽ വലിയൊരു നോവായിട്ട് കേരള ജനതയിൽ കേരളത്തിൽ നിന്നല്ല എല്ലാവർക്കും അത് വലിയൊരു വേദനയായിട്ട് വലിയൊരു വൻ ദുരന്തമായിട്ട് നമ്മളെയൊക്കെ മനസ്സിൽ നിൽക്കുന്നു. ഒരുപാട് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ഒരുപാട് ആളുകൾക്ക് അവരുടെ കുടുംബാംഗങ്ങളെ നഷ്ടപ്പെടുകയും മുതൽ നഷ്ടപ്പെടുകയും എല്ലാം കൊണ്ട് വലിയൊരു ദുരന്തം നമ്മൾ അനുഭവിച്ച് നിൽക്കുന്ന സമയമാണ്. അതിൻ്റെ വേദനയിലാണ് എല്ലാവരും. ആ വേദന ഞാൻ പോയി നേരിട്ട് കണ്ടതാണ്. ഞാൻ അതിൻ്റെ ഭാഗമായതാണ്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളെല്ലാം നമ്മളെല്ലാവരും ചെയ്തതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു വലിയൊരു മറുവശം കൂടി നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. ഞാനെല്ലാം റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, ഒന്ന് ബ്രോക്കറായിട്ട്. ഇതിൽ ഒരുവിധം ആൾക്കാർ ഇതിനെപ്പറ്റി കറക്റ്റ് അറിയാത്ത ഒരുവിധം ആൾക്കാർ ഇതെല്ലാം കൂടി റിയൽ എസ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ റിസോർട്ട് മാഫിയൻ്റെ ഭാഗമായിട്ട് സംഭവിച്ച ഒരു ദുരന്തമാണ് എന്ന് പറഞ്ഞ് മൊത്തത്തിൽ വയനാടിൻ്റെ ഒരു വ്യവസായ രംഗത്തെ അല്ലെങ്കിൽ ഒരു വരുമാന ഭാഗത്ത് ടൂറിസത്തെ എല്ലാം കൊണ്ടും ഇത് തകർക്കുന്ന രീതിയിലാണ് ഇതിനെപ്പറ്റി അറിയാത്ത ആൾക്കാർ, ഇതെന്താ ഏതാണെന്ന് കണ്ട് മനസ്സിലാക്കാത്ത ആൾക്കാർ എല്ലാവരും ഇത് കാണുന്ന ഒരുവിധം ന്യൂസിലും മറ്റും ഇങ്ങനെ പറഞ്ഞ് തള്ളിമറിക്കുന്ന ഇത് ചില ആളുകൾ മറ്റു രാജ്യങ്ങളിലെ മറ്റു സ്ഥലത്തുള്ള ആളുകൾ ഇത് വയനാടിന് മൊത്തത്തിൽ എന്തോ സംഭവിച്ചു എന്നുള്ള രീതിയിലാണ് സംഗതി. ഭയങ്കര സഹായം കാര്യങ്ങളൊക്കെ നമ്മൾ കേരളക്കാർ ചെയ്യുന്നുണ്ട്, ചെയ്യും വേണം, നമ്മളെല്ലാവരും അത് ചെയ്യണം. പക്ഷേ ഇത് വയനാട്ടിൽ മൊത്തം എന്തോ സംഭവിച്ചിട്ടുണ്ട്, വയനാട്ടിൽ താമസിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് ഒരു വിഭാഗം ആളുകൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മളെ സ്ഥല കച്ചവടം ചെയ്തതിൽ നമ്മളെ കുറേ ആളുകൾ ഭൂമി വാങ്ങി, നാട്ടിലുള്ള കുറേ ആളുകൾ ഇവിടെ ഭൂമി വാങ്ങിയിട്ടവരെല്ലാവരും അഡ്വാൻസ് ചെയ്തവരെല്ലാവരും ആ കച്ചവടത്തിൽ നിന്ന് പിന്മാറുകയും അവർ തന്ന അഡ്വാൻസ് തിരിച്ചു ചോദിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഇതാണ്. ഇതെന്ന് പറഞ്ഞാൽ മേപ്പാടി ഭാഗത്ത് ചൂരൽമല അല്ലെങ്കിൽ മുണ്ടക്കൈ ഭാഗത്ത് മാത്രം, ആ ഗ്രാമത്തിൽ മാത്രം സംഭവിച്ച ഒരു ദുരന്തമാണ്. അതിപ്പോൾ മൊത്തത്തിൽ വയനാട് മൊത്തം ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കും എന്ന് ജനങ്ങൾ പുറത്തുള്ളവരൊക്കെ ഇത് കണ്ടിട്ട് മനസ്സിലാക്കി വയനാട് എന്ന് പറഞ്ഞാൽ നമ്മൾ കാശ്മീരിലൊക്കെ പോയാൽ അവിടെ ഒരു ബോർഡ് കാണാമെന്ന് പറയുന്നേക്കാം, ഇത് ഭൂമിയിലൊരു സ്വർഗ്ഗമുണ്ടെങ്കിൽ അത് ഇവിടെയാവുന്നു എന്നുള്ളത്. ശരിക്കും വയനാടൊക്കെ വന്ന് താമസിച്ചാലും വൈത്തിരി ഇവിടെയുള്ള പോലുള്ള സ്ഥലങ്ങളിൽ വന്ന് കുറച്ച് ദിവസം താമസിച്ചാലും നമ്മൾ ആ ബോർഡ് കൊടുന്ന് നമ്മുടെ ഈ വയനാട്ടിൽ വെക്കും. കാരണം അത്രയും സുന്ദരമായൊരു നാടാണ് നമ്മുടെ വയനാട്. ടൂറിസത്തിന് ഒരുപാട് സ്കോപ്പുള്ള സ്ഥലമാണ്. അപ്പോൾ ഇത് ഒക്കെപ്പാടെ ഇന്നല്ലേ ജനങ്ങളിങ്ങനെ പറഞ്ഞ് മറ്റുള്ളവരൊരു പരിഭ്രാന്തി പരത്തി ഇത് ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട്. പിന്നെ നിങ്ങൾ കരുതും ഞാൻ റിയൽ ബ്രോക്കർ ആയതുകൊണ്ട് എൻ്റെ കച്ചവടത്തിന് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ ഇതിന് വേണ്ടി പറയുകയാണെന്ന്. ഒരിക്കലും അങ്ങനെയല്ല. ഞാൻ വയനാട്ടുകാരനാണ്, അത്രയും നാടിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. വയനാട്ടിൽ പിന്നെ നിങ്ങളെല്ലാവരും കരുതുന്നുണ്ടോ നിങ്ങൾ ഈ പറഞ്ഞ മാതിരി ഭൂമി മുറിച്ച് 5-3 സെൻറ്റാക്കിയിട്ട് റിയൽ എസ്റ്റേറ്റ് മാഫിയ അങ്ങനെ ഒരു മാഫിയ ഒന്നുമല്ല ഇവിടെ സാധാരണക്കാർ. ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളിൽ എത്ര ആൾക്ക് സ്ഥലമുള്ള ഒരാളുണ്ട്? നിങ്ങളൊരു വെറുതെ ഒരു ഇത് നടത്തി നോക്കുക, ഒരു ഫേസ്ബുക്ക് അല്ലെങ്കിൽ യൂട്യൂബിൽ ഒരു ലൈവ് നടത്തി നോക്കുക, അല്ലെങ്കിൽ ഒരു സർവേ നടത്തി നോക്കുക. ആർക്കെങ്കിലും വീട്ടിൽ സ്ഥലമില്ലാത്ത ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടോ, ഒരു 3-5 സെൻറ്റ് ആവശ്യം ഒന്നുമില്ലാത്ത ആളുകളുണ്ടോ എന്ന് നിങ്ങൾ വെറുതെ ഒരു സർവേ നടത്തി 10,000-കണക്കിന് ആളുകളുണ്ടാവും. ഒരു 5 സെൻറ്റ് അല്ലെങ്കിൽ 3 സെൻറ്റ് വീട് വെക്കാൻ വേണ്ടി സ്ഥലത്തിന് വേണ്ടി അന്വേഷിച്ച് നടക്കുന്നവർ. അവർക്കൊക്കെ ഈ മറ്റുള്ളവരുടെ കയ്യിൽ ഏക്കറക്കണക്കിന് സ്ഥലങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവർക്കൊക്കെ ഈ 4-5 സെൻറ്റ് സ്ഥലം എങ്ങനെ കിട്ടാനാണ്? ഇവരുടേതായുള്ള സ്ഥലങ്ങൾ വിറ്റ് അത് പ്ലോട്ടാക്കിയിട്ട് ഇവർക്ക് വാങ്ങാൻ കഴിയുള്ളൂ. ഇവർക്ക് ഏക്കറക്കണക്കിന് സ്ഥലങ്ങൾ വാങ്ങാൻ കഴിയില്ല. 3-5 സെൻറ്റ് സ്ഥലങ്ങളെ വാങ്ങാൻ കഴിയുന്ന ആൾക്കാർ ഇഷ്ടം പോലെ 10,000-കണക്കിന് ആളുകളുണ്ട്. നിങ്ങൾ വെറുതെ ഒരു സർവേ അവർക്ക് എന്തായാലും സ്ഥലങ്ങൾ വേണ്ടേ, വീട് വെക്കാൻ സ്ഥലങ്ങൾ വേണ്ടേ? അതിനവർക്ക് 3-5 സെൻറ്റ് സ്ഥലം വാങ്ങാൻ കഴിയുള്ളൂ. ആ 3-5 സെൻറ്റ് സ്ഥലം വാങ്ങുമ്പോൾ അവിടെയുള്ള മരങ്ങൾ അവർക്ക് മുറിക്കേണ്ടി വരും ഒരു ചെറിയ വീട് ഉണ്ടാക്കുന്നതിൻ്റെ. അപ്പോൾ അതിനൊക്കെ നിങ്ങൾ റിയൽ എസ്റ്റേറ്റ് മാഫിയ അല്ലെങ്കിൽ മറ്റേവർ അങ്ങനെ ഇങ്ങനെ എന്നുള്ളത് അതിലൊന്നും കഥയില്ല. പിന്നെ റിസോർട്ടുകളും വേണ്ടേ? പിന്നെ നമ്മളെല്ലാവരും കൂടുതൽ ശ്രദ്ധിക്കുക, കൂടുതൽ മണ്ണിടിക്കാതെ നോക്കുക, കൂടുതൽ ഇത് ചെയ്യാതെ നോക്കുക, അത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഇതൊരു വയനാടിന് മൊത്തം സംഭവിച്ച ഒരു സംഭവം, വയനാട് ഇനിയും അത് സംഭവിക്കുക അങ്ങനെയൊന്നുമല്ല. ഇത് ആ ഭാഗത്ത് സംഭവിച്ചൊരു ദുരന്തം, അത് മാത്രമായിട്ട് കണ്ടാൽ മതി. ഓക്കെ, അതൊന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാവരും വയനാട്ടിലോട്ട് അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. നിങ്ങൾ ഇന്തോനേഷ്യയിലൊക്കെ സുനാമി നടന്നില്ല, അത് വേണ്ട, ജപ്പാനിലൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഭൂചലനം സംഭവിക്കുന്നു. ദൈവം കാക്കട്ടെ എല്ലാവരും. അപ്പോൾ അങ്ങനെ നമ്മളെ നാട്ടിൽ നടക്കുന്നില്ലോ. ഇത് മേപ്പാടി മാത്രം സംഭവിച്ച അല്ലെങ്കിൽ ആ നാട്ടിൽ ആ സ്ഥലത്ത് അങ്ങനത്തുള്ള സ്ഥലങ്ങളാണ്, അവിടെ കുത്തനെയുള്ള ഒരു സ്ഥലങ്ങളൊക്കെയാണ് മഴയുടെ പെയ്യലും പിന്നെ ഈ പറഞ്ഞമാതിരി അതുകൊണ്ടൊക്കെ സംഭവിച്ചതാണ്. അപ്പോൾ അത് കാരണം വയനാട്ടിൽ മൊത്തത്തിന് ഇത് ബാധിച്ചു, അല്ലെ വയനാട്ടിൽ എന്തോ സംഭവമാണ്, മൊത്തത്തിൽ ഇടിഞ്ഞു പോകുക, അല്ലെ മൊത്തത്തിൽ പ്രശ്നമാണ് എന്ന് തെറ്റിദ്ധരിക്കാതെ എല്ലാവരും നമ്മളെ വയനാട്ടിലേക്ക് എല്ലാവരെയും വീണ്ടും നമ്മൾ ക്ഷണിക്കുന്നു. നമ്മളെ നല്ല ടൂറിസ്റ്റ് പ്ലേസാണ്, നല്ല തണുപ്പുള്ള സ്ഥലമാണ്. എല്ലാം കൊണ്ടും വന്ന് നമുക്ക് മനസ്സിനൊരു ശാന്തത കിട്ടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും വന്നിട്ട് നമ്മുടെ
വയനാട്ടിലോട്ട് വരിക. നമ്മൾ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും ഇവിടെ താമസിച്ച് സന്തോഷമായി പോവുക. കാരണം ഒന്നാമത് ഈ ബഫർ സോണ് മറ്റ് വിഷയങ്ങളായിട്ട് പൊതുവെ ഒരു വയനാട്ടിലൊരു വ്യവസായത്തിനെ ബാധിച്ചിരുന്നു. നമ്മളെ ഈ ഗുണ്ടൽപേട്ട കർണാടക ഹൈവേയിലുള്ള റോഡ് രാത്രി 9 മണി കഴിഞ്ഞാൽ ക്ലോസാണ്. അത് ഇത് പണ്ടൊക്കെ എന്തൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള കരാറോ എന്തോ കാര്യങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നു. ഈ പ്രകൃതി സംരക്ഷിക്കുക, അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള വായു സംരക്ഷിക്കുക, അതുകൊണ്ടൊക്കെയാണ് തോന്നുന്നു. കറക്റ്റ് അതിനെ പറ്റിയിട്ട് എനിക്ക് വലിയൊരു ധാരണയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഉള്ളൊരു വ്യവസായം അങ്ങനെ ഒന്ന് സംഭവിച്ചതിന് പുറമെ ഇതും കൂടി കേൾക്കുമ്പോൾ ജനങ്ങളൊക്കെ ഒന്ന് പേടിച്ച് വയനാട് ഒന്നുമില്ലാതായി മാറും. അങ്ങനെയൊന്നും ഇല്ല. വയനാട്ടിൽ ഒരു പ്രശ്നമില്ല. ആ മേപ്പാടി മാത്രമുള്ള ആ ഒരു പ്രശ്നം മാത്രമേ, വേറൊരു സംഭവം നമ്മുടെ ഈ വയനാട്ടിലില്ല. അപ്പോൾ എല്ലാവരും ടൂറിസത്തിൻ്റെ ഭാഗമായി എല്ലാവരും വയനാട്ടിലോട്ട് വരിക. നിങ്ങളെല്ലാവരും നമ്മൾ വയനാട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി.